ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. സ്റ്റോക്കുകളോടനുബന്ധിച്ചുള്ള മ്യൂച്വൽ ഫണ്ടുകളും വിലയിടിവ് കാര്യമായിട്ട് വന്ന സമയത്തും കട്ടയ്ക്ക് നിന്നിരുന്ന ഒരു അസറ്റ് ക്ലാസ്സാണ് ഗോൾഡ്. ഇതുകൂടാതെ മൂന്നാമതുള്ള ഒരു അസറ്റ് ക്ലാസ് ആയിട്ടുള്ള ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ, ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള സംഗതികൾ താരതമ്യേന കുറഞ്ഞ നേട്ടമേ തരുന്നുള്ളൂ എന്നുള്ള ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പരമാവധി ഒരു ഗ്രോത്ത് സ്റ്റൈലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അത്തരം ഫണ്ടുകൾ കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ എല്ലാവരും കൺസിഡർ ചെയ്യുന്നതും അങ്ങനെ കൺസിഡർ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവർ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കേണ്ടതുമായിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ്സാണ് ഗോൾഡ് അല്ലെങ്കിൽ സ്വർണം. സ്വർണം നമുക്ക് പലതരത്തിൽ വാങ്ങാം. സ്വർണം ഫിസിക്കൽ ഗോൾഡ് രൂപത്തിൽ വാങ്ങാം, അതായത് ആഭരണങ്ങൾ എന്നുള്ള രൂപത്തിൽ വാങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡ് ബാറുകൾ, ഗോൾഡ് ബിസ്ക്കറ്റുകൾ, ഗോൾഡ് കോയിനുകളൊക്കെ ആയിട്ട് വാങ്ങാം. ഇതെല്ലാം ഒരു ഫിസിക്കൽ ഗോൾഡ് എന്നുള്ള രീതിയിൽ നമ്മൾ സേവ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന സംവിധാനമാണ്. ഇതുകൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഗോൾഡ് വാങ്ങാനും വിൽക്കാനും കഴിയുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുണ്ട്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതുപോലെ മറ്റ് രണ്ട് ഓപ്ഷനുകൾ കൂടെ ഉണ്ട്. ഒന്ന് ഡിജിറ്റൽ ഗോൾഡ് എന്നുള്ള രീതിയിൽ ഫോൺ പേ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഓൺലൈനായിട്ട് ₹1 മുതലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ ഗോൾഡുകളുണ്ട്. പിന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള സോവറിൻ ഗോൾഡ് ബോണ്ട് ഉണ്ട്. പക്ഷേ ഏറ്റവും അട്രാക്റ്റീവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് നടത്തിപ്പുകാരായിട്ടുള്ള RBIക്ക് വളരെയധികം ദോഷം ഉണ്ടാക്കുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സോവറിൻ ഗോൾഡ് ബോണ്ടുകളുടെ ഇഷ്യൂ അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ പുതിയതായിട്ട് ഇറക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഏത് തരത്തിൽ സ്വർണം വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളത് നമ്മൾ പലവിധ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഏതൊരു ഫിനാൻഷ്യൽ തീരുമാനം എടുക്കുമ്പോഴും പലവിധ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലാതെ അതിൻ്റെ വില കുറവാണോ, അല്ലെങ്കിൽ അതിന് റിസ്ക് കുറവാണോ, അല്ലെങ്കിൽ അത് കൂടുതൽ അളവിൽ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഒരു ഡിസിഷന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു തീരുമാനത്തിൽ ചിലപ്പോൾ എത്താനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരു 9 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ 5 സ്വർണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളെ കമ്പയർ ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് എത്ര രൂപ ചിലവാക്കിയാലാണ് മിനിമം അളവിൽ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പറ്റുക എന്നുള്ള കാര്യമാണ്. ഫിസിക്കൽ ഗോൾഡ് അല്ലെങ്കിൽ ഒരു ഗോൾഡ് ജ്വല്ലറി അല്ലെങ്കിൽ ഗോൾഡ് കോയിനൊക്കെ 1 ഗ്രാം എന്നുള്ള രീതിയിലൊക്കെയാണ് മിക്കവാറും നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു 8,000 മുതൽ ഒരു 10,000 രൂപ വരെ നമുക്ക് ചിലവാക്കിയാലാണ് ഒരു ഫിസിക്കൽ ഗോൾഡ് നമുക്ക് കിട്ടുക. സ്വർണ്ണത്തിൻ്റെ ഗ്രാം അളവിലുള്ള വില ചിലപ്പോൾ 8,000 രൂപയാണെന്നുണ്ടെങ്കിലും നമ്മളത് ആഭരണമായിട്ട് ഒരു ഗ്രാം സ്വർണ്ണം വാങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 9,000 അല്ലെങ്കിൽ 10,000 രൂപ അതിനാവശ്യം വരും. അത് എന്താണ്, പണിക്കിഴിവ് എന്നൊക്കെ പറഞ്ഞ് GST എന്നൊക്കെ പറഞ്ഞ് അഡീഷണൽ ആയിട്ടുള്ള കുറേ ചാർജുകൾ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മിനിമം ഒരു 10,000 രൂപ കയ്യിൽ വെച്ച് മാത്രമേ 1 ഗ്രാം സ്വർണ്ണം വാങ്ങാനായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഒരു മിനിമം എമൗണ്ട് ആയിട്ട് പറയുന്നത്. ഇനി സാധാരണ രീതിയിലൊരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ബ്രോക്കർ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ സ്വർണ്ണം വാങ്ങാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ETF എന്നുള്ള രീതിയിലാണ്, ഗോൾഡ് ETF എന്നുള്ള സംഗതികളാണ് നമ്മൾ വാങ്ങുക. സാധാരണ ഒരു ഗ്രാമിൻ്റെ 100-1 ഭാഗം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ വില വരാറുള്ളത്. അപ്പോൾ 8,000 രൂപയൊക്കെയുള്ള ഈ സ്വർണ്ണത്തിൻ്റെ ഈ സമയത്ത് നമുക്ക് 80 രൂപയൊക്കെ ആണ് ഒരു യൂണിറ്റ് ETFന് വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ETFകൾക്ക് 80. അതുപോലെ മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം നമുക്ക് 100 രൂപ വെച്ചൊക്കെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു ഗുണമുണ്ട്. അപ്പോൾ 80 രൂപയ്ക്കൊക്കെ ഒരു യൂണിറ്റ് ETF കിട്ടും. ഒരു യൂണിറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് അതായത് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് ഇറങ്ങി എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസം വരുമെങ്കിലും നമുക്ക് 100 രൂപ ഒക്കെ മിനിമം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതേസമയം തന്നെ RBIയുടെ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ നമുക്ക് 1 ഗ്രാം സ്വർണ്ണത്തിന് വാങ്ങുന്നതിൻ്റെ വില എന്നുള്ള രീതിയിൽ ഒരു 8,000 രൂപ 8,500 രൂപ റേഞ്ചിലൊക്കെയാണ് ഇനി അത് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വരിക. പക്ഷേ ഇനിയുള്ളൊരു അവസരത്തിൽ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കാനുള്ള സാധ്യത കുറവാണ് കാണുന്നത്. അതേസമയം തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു എൻട്രി പ്രൈസ് ഉള്ളത് ഡിജിറ്റൽ ഗോൾഡുകൾക്കാണ്. നിങ്ങളുടെ കയ്യിൽ 1 രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണമായിട്ട്, സോവറിൻ ഒരു ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗുണമായിട്ട് ഞാൻ കാണുന്നത്. നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് തുടങ്ങുമ്പോഴും അത് ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന സമയം എത്രയാണ്, അതല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് വിൽപ്പനയ്ക്ക് മുൻപ് എത്ര സമയം നമ്മൾ ഹോൾഡ് ചെയ്യണം, അതിൻ്റെ ലോക്ക് ഇൻ പീരീഡ് എത്രയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ഫിസിക്കൽ ഗോൾഡ് വാങ്ങുകയാണെങ്കിലും ETF വാങ്ങുകയാണെങ്കിലും മ്യൂച്വൽ ഫണ്ട് വാങ്ങുകയാണെങ്കിലും ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വാങ്ങി നമ്മുടെ കയ്യിൽ നമ്മുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ലോക്ക് ഇൻ പീരീഡ് ഇല്ലാത്ത നിക്ഷേപങ്ങളാണ്. അതേസമയം തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ടാണ് എന്നുണ്ടെങ്കിൽ മിനിമം 5 വർഷം അത് ഹോൾഡ് ചെയ്യണം എന്നുള്ളൊരു കാലയളവ് അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്ക് ഇൻ പീരീഡിൻ്റെ കാര്യത്തിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് കുറച്ച് താഴെ പോകുന്ന ഒരു സംഗതിയാണ്. ഇനി എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇതിന് ചാർജുകൾ എന്തൊക്കെ വരും എന്നുള്ളതാണ് അടുത്തായിട്ട് പറയുന്നത്.
അത് ഉയർന്നത് സാധാരണ രീതിയിൽ അത് താഴ്ന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഫിസിക്കൽ ഗോൾഡിൻ്റെ ചാർജുകളും ടാക്സുകളും കൂടുതലാണ്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ പണിക്കൂലി, പണിക്കിഴിവ്, അതുപോലെ GST ഒക്കെ ഈ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്ന സമയത്ത് നമുക്ക് അപ്ലിക്കബിൾ ആവും. ഇപ്പോൾ ഈവൻ നമ്മളുടെ ഒരു ഗോൾഡ് കോയിനാണ് വാങ്ങുന്നതെങ്കിൽ പോലും നമുക്ക് GST അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കണക്കുകൂട്ടൽ. അതേസമയം തന്നെ ETF വാങ്ങുമ്പോൾ ഈ പറഞ്ഞ ചാർജുകൾ ഒന്നും തന്നെ ഇല്ല. മ്യൂച്വൽ ഫണ്ടുകൾക്കും അതേ രീതിയിലുള്ള ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുമ്പോഴും ചാർജുകൾ താരതമ്യേന കുറവാണ്. സോവറിൻ ഗോൾഡ് ബോണ്ടിന് നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്നതിന് അഡീഷണൽ ആയിട്ട് ചാർജുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഗുണം. അതേസമയം തന്നെ ഈ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്ന ഏകദേശം അത്രയൊക്കെ ചിലവ് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതിനും വരാറുണ്ട് എന്നുള്ളത് ഡിജിറ്റൽ ഗോൾഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദോഷവശമാണ് എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ട്രാൻസ്പെറൻസി എന്താണ്, അതെങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ ട്രാൻസ്പെറൻസിയെ പറ്റി പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റാണ് കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഫിസിക്കൽ ഗോൾഡ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഗോൾഡ് പൂർണ്ണമായിട്ടും മികച്ചതാണോ അല്ലെങ്കിൽ 24 കാരറ്റ് ആണോ 22 കാരറ്റ് ആണോ എന്നുള്ളതൊന്നും സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് വിവേചിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഹോൾ മാർക്കിംഗ് സംവിധാനമൊക്കെ വന്നതുകൊണ്ട് ഒരു പരിധിവരെ പറ്റുമെങ്കിലും ഒരു 100% ട്രാൻസ്പെറൻസി ഒന്നും അതിനില്ല. അതേസമയം ETF ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും സോവറിൻ ഗോൾഡ് ബോണ്ട് ആണെങ്കിലും ഡിജിറ്റൽ ഗോൾഡ് ആണെങ്കിലും നമുക്ക് ഒരു ട്രാൻസ്പെറൻസി അവൈലബിൾ ആണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി നമ്മുടെ ലോക്കിൻ പീരീഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് പണമാക്കി മാറ്റാനുള്ള സൗകര്യം നമുക്ക് ഫിസിക്കൽ ഗോൾഡിലായാലും ETF-ലായാലും മ്യൂച്വൽ ഫണ്ടിലായാലും ഡിജിറ്റൽ ഗോൾഡിലായാലും ഉണ്ട്. എങ്കിലും സോവറിൻ ഗോൾഡ് ബോണ്ടിൽ നമ്മളുടെ ഈ 5 വർഷത്തിൻ്റെ ലോക്കിൻ പീരീഡ് ഉള്ളതുകൊണ്ട് ലിക്വിഡിറ്റി താരതമ്യേന കുറവാണ്. ഒരു റിസ്കിൻ്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെ നമുക്ക് നഷ്ടസാധ്യത കൂടുതൽ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിസിക്കൽ ഗോൾഡിനും ഡിജിറ്റൽ ഗോൾഡിനും നഷ്ടസാധ്യത താരതമ്യേന കൂടുതലാണെന്ന് കാണുന്നുണ്ട്. ഫിസിക്കൽ ഗോൾഡിൻ്റെ നഷ്ടസാധ്യതയ്ക്കുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്യൂരിറ്റിയുടെ വ്യത്യാസവും അത് നമുക്ക് വിറ്റ് മാറാനുള്ള ഒരു ചാർജുകൾ വരാനുള്ള സാധ്യതയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് റിസ്ക് കുറച്ച് കൂടുതലുണ്ട് എന്ന് പറയുന്നത്. അതേസമയം ഡിജിറ്റൽ ഗോൾഡിനും റിസ്ക് എൻ്റെ അഭിപ്രായത്തിൽ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ പ്ലാറ്റ്ഫോമിലും ഓരോ തുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ട്രാൻസ്പെറൻസി ഇല്ലാത്തത് പല ഡിജിറ്റൽ ഗോൾഡ് പ്ലാറ്റ്ഫോമുകളിലും വളരെ എവിഡൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടം അല്ലെങ്കിൽ പൈസ നഷ്ടം വരാനുള്ള സാധ്യത റിസ്ക് കൂടുതലാണ് എന്നതാണ്. ഈ സ്വർണം നമ്മൾ ഈ 5 തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആകെ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു അഡീഷണൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ബാക്കി എല്ലായിടത്തും നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുന്നത് ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഒരു 2.5% ആനുവലി നമുക്ക് ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് തരുന്ന ഒരു നിക്ഷേപമായിരുന്നു സോവറിൻ ഗോൾഡ് ബോണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, RBI മിക്കവാറും ഇനി സോവറിൻ ഗോൾഡ് ബോണ്ട് ഇറക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഒരു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളൊരു ഫാക്ടർ നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ചിലവുകൾ വരുത്തണം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ മേക്കിംഗ് ചാർജ്, GST എന്നുള്ളതൊക്കെ ഫിസിക്കൽ ഗോൾഡിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ETF-കൾക്ക് ഒരു താരതമ്യേന കുറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെൻസ് അതായത് ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപയ്ക്ക് ഒരു പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50-60 രൂപ അങ്ങനെ വരാറുണ്ട്. അതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് 1 വർഷം ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 300 രൂപ വരെയൊക്കെയുള്ള ചാർജുകൾ വരാറുണ്ട്. സോവറിൻ ഗോൾഡ് ബോണ്ടുകൾക്ക് ഒരു കോസ്റ്റ് അതിൻ്റെ ബാധകമായിട്ട് ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഫാക്ടർ കുറച്ച് ഒരു പ്രശ്നമാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പല സ്ഥലത്തും പല രീതിയിലാണ്. അതുപോലെ GST വരുന്നുണ്ട്. നമ്മൾ വാങ്ങുന്നതിൻ്റെ ഒരു വിലയും വിൽക്കുന്നതിന് മറ്റൊരു വിലയും എന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഗോൾഡിന് ഒരു 8,000 രൂപ വിലയുള്ള ഒരു സമയത്ത് നമ്മൾ ഗോൾഡ് വാങ്ങുന്നത് ഈ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ചിലപ്പോൾ ഒരു 9,000 രൂപയ്ക്കും അതേസമയം നമ്മൾ വിൽക്കുന്നത് 8,500 രൂപയ്ക്കും എന്നുള്ളതാണ്. അതായത് 8,500 to 9,000 ആയിരിക്കും ഇതിൻ്റെ സ്പ്രെഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള രീതിയിലുള്ളൊരു നഷ്ടം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നോക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടാക്സേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാപിറ്റൽ അസറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഗോൾഡിൽ നിന്നും വാങ്ങി വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിന് നമ്മൾ തീർച്ചയായിട്ടും ഒരു ടാക്സ് കൊടുക്കേണ്ടി വരും. അതിനാണ് ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുക. ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഗോൾഡ് അല്ലെങ്കിൽ ഒരു ഗോൾഡ് ഓർണമെൻറ്റോ അല്ലെങ്കിൽ ഗോൾഡ് കോയിനോ വാങ്ങി വിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗോൾഡ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് 3 വർഷത്തിന് മുൻപ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ലാഭത്തിൻ്റെ 20% ഒരു ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പണപ്പെരുപ്പത്തിൻ്റെ നിരക്കുമായി തട്ടിച്ചെടുത്ത് ഒരു ഇൻഡെക്സേഷൻ ബെനിഫിറ്റോട് കൂടി 20% വരെ ലാഭത്തിൻ്റെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. 3 വർഷത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭം മൊത്തം നമ്മളുടെ ഇൻകവുമായിട്ട് കൂട്ടുകയും അതിനനുസരിച്ച് നമ്മുടെ ടാക്സ് ലാബിനനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരികയും ചെയ്യും എന്നുള്ളതാണ്. സോവറിൻ ഗോൾഡ് ബോണ്ടുകളിൽ
8 വർഷമാണ് ഇതിൻ്റെ കാലാവധി എന്നുണ്ടെങ്കിലും നമ്മൾ 8 വർഷത്തിന് ശേഷം നമ്മൾ പിൻവലിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം തന്നെ നമ്മൾ ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് 3 വർഷത്തിൽ കൂടുതൽ ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ലാഭത്തിൻ്റെ 12.5% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ 3 വർഷത്തിന് ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ ആ ഇൻകം ടാക്സ് ലാബിനനുസരിച്ചാണ് നമുക്ക് ടാക്സ് വരുന്നത്. ഡിജിറ്റൽ ഗോൾഡ് നമ്മൾ വാങ്ങി വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 20% ഇൻഡെക്സേഷൻ ബെനിഫിറ്റിന് ശേഷം നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് 3 വർഷത്തിന് ശേഷമാണ് നമ്മൾ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ടുള്ള 20% വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നമ്മൾക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഡിജിറ്റൽ ഗോൾഡ് നമ്മൾ 10,000 രൂപയ്ക്ക് വാങ്ങി അത് 12,000 രൂപയായി വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2,000 രൂപ ലാഭത്തിൻ്റെ 20%, അതായത് 4,000 രൂപ വരെ നമ്മൾ ഇതിൽ നിന്ന് ടാക്സ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷത്തിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്ററുടെ ഇൻകം ടാക്സ് ലാബിനനുസരിച്ച് ടാക്സേഷൻ വരുന്നു. അതേപോലെ തന്നെ 2 വർഷത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ 12.5% നമ്മൾ ടാക്സ് കൊടുക്കണം. അതായത് നമ്മളൊരു ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങി അതിനുശേഷം നമ്മൾ 2 വർഷത്തിന് ശേഷം നമ്മൾ വിൽക്കുമ്പോൾ 1,50,000 രൂപയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 50,000 രൂപയുടെ 12.5% ഒരു 6,600 രൂപ നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കണം. അതേസമയം തന്നെ 2 വർഷത്തിനുള്ളിലാണ് നമ്മൾ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയിട്ട് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലാഭം നമ്മളുടെ ടാക്സ് ലാഭമായിട്ട്, അതായത് മറ്റുള്ള വരുമാനങ്ങളുമായിട്ട് കൂട്ടുകയും അതിനനുസരിച്ച് ടാക്സ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സോവറിൻ ഗോൾഡ് ബോണ്ടാണ്. രണ്ടാമത്തെ മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളോ ഗോൾഡ് ETFകളോ ആണ്. നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നെങ്കിൽ ഗോൾഡ് കോയിനുകൾ, ഗോൾഡ് ഓർണമെൻറ്റുകൾ, ഡിജിറ്റൽ ഗോൾഡ് എന്നിവയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.